എന്നോട് കോൺഫിഡൻസ് എന്താന്ന് എന്നോട് കുറച്ചുപേര് ചോദിക്കുന്നുണ്ട്. എടാ നീ എല്ലാം ഒറ്റക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് എങ്ങനെയാടാ അത്? ഓക്കെ, കോൺഫിഡൻസ് വേറൊന്നുമല്ല, ഇതാണ് എന്റെ പൂജാമുറി. അതായത് ഞാൻ ഈ 25 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഭഗവാനാണിത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെയാണ് എന്റെ ജീവിതമായ റിലാക്സ് വേഴ്സ് എന്നുള്ള ആ ഒരു മഹത്തായ കാര്യം ഞാൻ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഈശ്വരനുണ്ടോ, ദൈവമുണ്ടോ, പ്രപഞ്ചമുണ്ടോ, അല്ലെങ്കിൽ സത്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിക്കുന്നതാണ്. ഓക്കെ, കാരണം ഞാൻ നിൽക്കുന്നത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും നീതിയുടെയും ബലത്തിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ബലത്തിനെക്കാട്ടിയും വലുതല്ല ഈ താഴെ കിടക്കുന്ന ഈ പുഴുക്കളുടെ ബലം. ഓക്കെ, അതായത് ഈ പറയുന്ന കള്ളത്തരം കാണിച്ചു വരുന്ന പൊളിറ്റിക്സ് എന്നാണെങ്കിലും കുറച്ച് അപ്പവും മലയല്ലുപിടി കേസുകളായ സാത്താൻ സേവ എന്നൊക്കെ പറഞ്ഞ് വിഡ്ഢികൾ കുഞ്ഞുങ്ങളെല്ലാം ബലി കേൾക്കുന്ന ആ ഒരു വിഡ്ഢികളാണെങ്കിലും ഇവരെല്ലാം എന്റെ താഴെ തന്നെയാണ്. അപ്പോൾ അതുതന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിശ്വാസം. അതോടൊപ്പം തന്നെ അവര് നമ്മുടെ എല്ലാവിധ യങ്സ്റ്റേഴ്സിന്റെ തുണി വരെ ഊരിച്ചു, വിഷമടങ്ങി സാധനമെല്ലാം കഴിപ്പിക്കുന്നു, വിഷമടങ്ങി വായു ശ്വസിപ്പിക്കുന്നു, വിഷമടങ്ങി വെള്ളം കുടിപ്പിക്കുന്നു. ഇതെല്ലാം അവർ ചെയ്ത് അവർ സക്സസ് എത്തി. 98% അവർ സക്സസ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ 2% ഓക്കെ, അതായത് പ്രാണവായു നമ്മുടെ ശരീരത്തിൽ നിന്ന് പോണവരെ നമ്മൾ പോരാടണമെന്നാണ് ഒരു യോദ്ധാവിന്റെ ഒരു ഇത്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു യോദ്ധാവ് തന്നെയാണ്. ഈ സമസ്ത സൃഷ്ടിയുടെയും നന്മയും സത്യവും ധർമ്മവും ന്യായവും നീതി എല്ലാം ഇവിടെ സ്ഥാപിതമാക്കി, അതോടൊപ്പം തന്നെ സത്യവും ഇതെല്ലാമായിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരണം. ഈ പറഞ്ഞ മൃഗക്കുഞ്ഞുങ്ങളൊന്നും വേണ്ട, ഈ പറഞ്ഞ കാമവും ക്രോധവും ലോഭവും എല്ലാം നിൽക്കുന്ന ആ ഒരു മൃഗക്കുഞ്ഞുങ്ങൾ വേണ്ട. അപ്പോൾ ആ ഒരു സാത്വിക ഗുണമുള്ള ദൈവിക സമ്പത്തുള്ള കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള എല്ലാവിധ പദ്ധതിയും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എൻ്റെ ഈ പറയുന്ന റിലാക്സ് ഹൗസിലുള്ള ആ ഒരു ബിസിനസ് തന്നെ ഞാൻ കൺവേർട്ട് ചെയ്ത് തന്നെ അതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെന്ററിന്റെ സഹായത്തോടെ തന്നെ എല്ലാവർക്കും പൂർണ്ണമായ 120 വർഷം വരെ ജീവിക്കാൻ പറ്റുന്ന ആയുസ് തരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഈ പറഞ്ഞ വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെന്റർ ആണെങ്കിലും റിലാക്സ് ഹൗസ് ആണെങ്കിലും ഇതെല്ലാം കണക്റ്റഡ് തന്നെയാണ്. കാരണം ഇത് രണ്ടും പാരലായിട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. കാരണം ശുദ്ധമായ പ്രാണവായു, ശുദ്ധമായ ഭക്ഷണവും, ശുദ്ധമായ വെള്ളവും, ഈ പറഞ്ഞ മൊബൈൽ അഡിക്ഷൻ എല്ലാം മാറി കുഞ്ഞുങ്ങളെല്ലാം കളിക്കാനെല്ലാം പുറത്തേക്ക് വിട്ട് അവരുടെ കാൽപാദമൊക്കെ മണ്ണി കൊള്ളണം, ഈ പറയുന്ന കല്ലി കൊള്ളണം. എന്നാൽ മാത്രം അവരുടെ ഇന്റേണൽ ഓർഗൻസിൽ ആ ഒരു പ്രഷർ വന്നിട്ട് അവർക്ക് ദീർഘായുസ് കിട്ടും. അത്ര ഡീപ്പായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ഈ പറയുന്ന മെഡിക്കൽ സെക്ടറോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒന്നും അല്ല. കാരണം അവര് പെർഫെക്റ്റ് ആണെങ്കിലും ഓരോ വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ക്യാൻസറിന്റെ എല്ലാം ഇങ്ങനെ കൂടി വരില്ല. ഓക്കെ, കുറഞ്ഞു വരണം. മെഡിക്കൽ ഷോപ്പും ഈ പറയുന്ന ലബോറട്ടറിയും ഫാർമസ്യൂട്ടിക്കലും ഇതെല്ലാം കൂടി വരുന്നു. അപ്പൊ ആ വിഡ്ഢികളുടെ നമുക്ക് കഴുകി മാറ്റാം അല്ലെ. ഒരു മരിച്ചാൽ പോലും അവിടെ കിടത്തും. ഒരു ദിവസം കഴിഞ്ഞ ഒരു 10,000 കൂടി മേടിക്കാന്നുള്ള രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓണേഴ്സ്. അപ്പൊ അവർക്കെല്ലാം ആ ഒരു കർമ്മഫലം ലഭിക്കുന്നതാണ്. ഓക്കെ, സമ്പാദിച്ച ആ പണം എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതെല്ലാം പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ രീതിയിലാവുമ്പോൾ ആ ഒരു പരിശുദ്ധമായ ഒരു ജീവിതം എന്റെ കുഞ്ഞുങ്ങളെല്ലാം ആ ഒരു ദൈവികമായിട്ടുള്ള രീതിയിൽ ഇവിടെ ജീവിച്ചു പോകണം. ഓക്കെ, അതായത് എന്റെ കാലശേഷവും വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഇവിടെ ആ ഒരു പ്രശ്നമൊന്നുമില്ലാതെ ജീവിച്ചു പോകണം. മതവിദ്വേഷമൊന്നും വേണ്ട. ഓക്കെ, അത് ജാതി വേർപാടൊന്നും ഉണ്ടാവില്ല. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം കഴുകി മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം അതെല്ലാം ജസ്റ്റ് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, കുറെ ആയില്ലേ, ഇനി അതൊന്നും വേണ്ട. അപ്പൊ ബുദ്ധിയും തരുന്നതാണ്, അതോടൊപ്പം തന്നെ ആരോഗ്യം നൽകുന്നതാണ്, അതോടൊപ്പം തന്നെ സത്യവും ധർമ്മവും ന്യായവും എല്ലാം തന്ന് ഈ പീഡനവും കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പെൺകുട്ടികളെ എല്ലാവരും ആ ഒരു പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ എല്ലാവരും നശിപ്പിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ഇവിടെ നടത്തുന്നതല്ല ഞാൻ.